കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഇനി എല്ലാവരും ഇങ്ങോട്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം കേട്ടോ. കുട്ടികളെ ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കുന്നു, ഇവിടെ നിന്ന് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അവിടെ മര്യാദയ്ക്ക് ഇരുന്നില്ലേ അടി മേടിക്കും, ഉറപ്പായിട്ടും തല്ലുകൊള്ളും കേട്ടോ. ഓക്കെ, പടിയൊക്കെ കണ്ടല്ലോ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മൾ എന്തുകൊണ്ട് ദൈവത്തെ ആരാധിക്കണം? ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൈയടിച്ച് ഹല്ലേലൂയ പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് ഒത്തിരി നന്ദി പറയണം. അതിൻ്റെ കാരണം ഇപ്പം ഞാൻ പറയാൻ പോവാം. ലൂക്കോസ് 13:6 വായിക്കാം. ലൂക്കോസ് 13:6. അവൻ ഈ ഉപമയും പറഞ്ഞു, ഒരുത്തിന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരിഞ്ഞു വന്നു കണ്ടില്ലതാനും. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ലതാനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിനു ചുറ്റും കിളച്ചു, വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. മേലാൽ കായ്ച്ചില്ലെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. മതി, വളരെ ശ്രദ്ധിച്ചു. കുഞ്ഞായിലെ നടന്നോട്ടെ, അത് പ്രശ്നമാക്കണ്ട. അവള് കുഞ്ഞാവൊന്നും അറിയത്തില്ല. ആമേൻ, സ്തോത്രം. ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. ഈ അത്തി വെട്ടിക്കളയാൻ തുടങ്ങുക. ആദ്യത്തെ വർഷം ഫലമില്ല, രണ്ടാമത്തെ വർഷവും ഫലമില്ല, വെട്ടാൻ തുടങ്ങി. അത് വെട്ടാനുള്ള കാരണം കേട്ടായിരുന്നു? ശ്രദ്ധിച്ചില്ലല്ലേ? നിലത്തെ മെനക്കെടുത്തുന്നു. നിലത്തെ അതാ നിൽക്കുന്ന പ്ലേസ്, സ്ഥലം, അതിനാണ് പ്രത്യേകത. അത് ഏത് സ്ഥലത്താണ് അത്തി നിൽക്കുന്നത്? കണ്ടോ? മുന്തിരിത്തോട്ടത്തിന്റെ നടുക്ക്. ഒരിക്കലും മുന്തിരിത്തോട്ടത്തിന്റെ നടുക്ക് അത്തി എന്തില്ല, നടാറില്ല. മുന്തിരിത്തോട്ടത്തിൽ മുന്തിരിയാണ് നടുന്നത്. പക്ഷെ ഈ അത്തിക്ക് മാത്രം അതിനകത്ത് എന്ത് ചെയ്തു? നട്ടു. മുന്തിരിയുടെ വളം, അതിൻ്റെ തണുപ്പ്, അതിൻ്റെ സകലതും ഈ അത്തിക്ക് കിട്ടി. എന്നിട്ട് ഈ അത്തി എന്ത് ചെയ്തില്ല? നട്ട പുള്ളിക്ക് ഫലം. ഇതെവിടെ നിൽക്കേണ്ടതാ? ഏതെങ്കിലും പുറമ്പോക്കിലോ ഏതെങ്കിലും അത്തിത്തോട്ടത്തിലോ നിൽക്കേണ്ട അത്തിയെ ഇയാള് പറിച്ചുകൊണ്ട് വന്ന് തോട്ടത്തിനകത്ത് നട്ടു, മുന്തിരിയുടെ അകത്ത് നട്ടു. ഇതാണ് വിഷയം. മനസ്സിലായില്ലെങ്കിൽ തെളിച്ചു പറയാം. ആമേ, നമ്മളാരും ഇവിടെ നിൽക്കേണ്ടതല്ല. കാരണം ഇത് നമ്മുടെ പിതാക്കന്മാരുടെ സ്വത്തല്ല. നമ്മുടെ പിതാക്കന്മാരാരും ഇവിടെ വന്ന് കമ്പനി ഇട്ടിട്ടല്ല നമ്മൾ ഇവിടെ ജോലി ചെയ്യുന്നത്. നമ്മുടെ പിതാക്കന്മാരാരും ഇവിടെ വന്ന് ഫ്ലാറ്റ് പണിതിട്ടല്ല നമ്മൾ വൈകിട്ട് AC ക്കകത്ത് കിടക്കുന്നത്. നമ്മുടെ പിതാക്കന്മാരാരും വന്നിവിടെ കൃഷി ചെയ്തിട്ടല്ല നമ്മൾ കഴിക്കുന്നത്. മുഴുവനും ആരുടേതാ? അറബികളുടേതാ. അവരെ പറിച്ചു മാറ്റിയിട്ട് ആ സീറ്റിൽ നമ്മളെ കൊണ്ട് നടുമ്പം നമ്മൾ ഹല്ലേലൂയ പറയണ്ടേ? സ്തോത്രം പറയണ്ടേ? നമ്മുടെ പിതാക്കന്മാരാണ് ഇവിടെ വന്ന് കമ്പനി സ്ഥാപിച്ചത്. നിങ്ങൾ ഓരോരുത്തരും ജോലി ചെയ്യുന്ന കമ്പനി നിങ്ങളുടെ പിതാക്കന്മാരോ എൻ്റെ പിതാക്കന്മാരോ ആരെങ്കിലും വന്ന് സ്ഥാപിച്ച കമ്പനിയാണ്. അവരുടെ പിതാക്കന്മാരുണ്ടാക്കിയെടുത്ത് അവരെ പറിച്ചു മാറ്റിയിട്ട് നമ്മളെ കൊണ്ട് നട്ട് നമ്മൾ 1000-400 മേടിക്കുമ്പോൾ ആ ദൈവത്തിന് ഹല്ലേലൂയ പറയണ്ടേ? നിങ്ങൾ സ്തോത്രം പറഞ്ഞേ. നമുക്ക് ഇതിനകത്ത് നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ? അത്തിക്ക് ഒരിക്കലും മുന്തിരിത്തോട്ടത്തിൽ നിൽക്കാനുള്ള യോഗ്യതയില്ല. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് വെട്ടിക്കളയും. നിങ്ങൾ ഓരോരുത്തരും വെട്ടിക്കളയും. ഒത്തിരി പേരെ വെട്ടി ക്യാൻസൽ അടിച്ച് പൊക്കോണ്ടിരിക്കുക. അതിന്റെ കാരണം കൂടി ഇനി ഞാൻ പറയാൻ പോവുക. അത്തി കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലേ? പ്രൈസ് ദി ലോർഡ്. ഞാൻ അത്തി കണ്ടിട്ടുണ്ട്. നമ്മുടെ മാത്യുച്ചാൻ്റെ പറഞ്ഞ അച്ഛനുണ്ടായിരുന്നു, പുള്ളിയുടെ വീട്ടിൽ ഉണ്ടായിരുന്നു. ആമേ, ഞാൻ അവരുടെ വീട്ടിൽ പോയപ്പോൾ അത്തി കണ്ടു. വലിയ ഒരു അത്തിമരം, വലിയ മരമാണ്. അപ്പൊ അതിന് ഒരു 10-25-30 മീറ്റർ സ്ഥലം വേണം. 30 മീറ്റർ സ്ഥലത്തെ അത്തി പറിച്ചു മാറ്റി, ഈ മുന്തിരി പറിച്ചു മാറ്റിയിട്ട് ഇതിനാ സ്ഥലം കൊടുത്തു. മുന്തിരി നടന്ന കണ്ടിട്ടുണ്ടോ? 2 സൈഡിൽ നിന്നും ഇങ്ങനെ തടം കൂരിയിട്ട് അതിനകത്ത് മുന്തിരി വള്ളി ഇങ്ങനെ നടും. നട്ടിട്ട് അവിടുന്ന് കമ്പ് ഇങ്ങനെ മുകളിലോട്ട് കൊടുത്ത് മോളിൽ പന്തലിടും. 20 മീറ്റർ സ്ഥലത്ത് ഏറ്റവും കുറഞ്ഞത് 100 മൂട് മുന്തിരി നടും.
ആ 100 മൂട് മുന്തിരി പറിച്ചു മാറ്റിയിട്ടാണ് ഇതിനവസരം കൊടുത്തത്. ഒരു ഒരു മൂട് മുന്തിരിയിൽ എത്ര കിലോ കായ്ക്കും? പുറപ്പാട് പുസ്തകം എസ്കോർ താഴ്വരയിൽ നിന്ന് അവരൊരു മുന്തിരിക്കൊല 2 പേരാ ചുമന്നത്. 2 പേര് ചുമക്കണ 40 കിലോയിലും വേണ്ടേ. 100 മൂട് മുന്തിരി എന്ന് 4000 കിലോ മുന്തിരി കിട്ടേണ്ട സ്ഥാനം എടുത്ത് മാറ്റിയിട്ട് ഇതിന് കൊടുത്തു. ഇതെന്ത് ചെയ്തില്ല? ഒരു ഫലം പോലും. കണ്ടോ, ഇവിടുത്തെ അറബി ഇരിക്കേണ്ട കസേരയിൽ, അവൻ മേടിക്കേണ്ട സാലറി, അവൻ താമസിക്കേണ്ട ഫ്ലാറ്റ്, അവരനുഭവിക്കേണ്ട നന്മകൾ, അവര് എന്ത് ചെയ്യുന്നു? അവര് കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുന്ന പച്ചക്കറിയാണ് നമ്മൾ തിന്നുന്നില്ല. നമ്മളെ വീട്ടുകാരും ഇവിടെ പച്ചക്കറി ബിസിനസ്സും ഇല്ല, അവരാരും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മളെ എല്ലാം അവരെ പറിച്ചു മാറ്റിയിട്ട് ഈ രാജ്യത്ത് കൊണ്ടുവന്ന് അവരനുഭവിക്കേണ്ട നന്മയ്ക്ക് നമ്മളെ നട്ടപ്പോ ഹല്ലേലൂയ പറയണ്ടേ? എന്താ നിങ്ങൾ പറയാത്തത്? നിങ്ങൾ 1000-400 മേടിക്കുമ്പോൾ ഓർക്കണം, നമുക്ക് യാതൊരു ബന്ധമുള്ള പൈസയല്ല ഇത്. ഹല്ലേലൂയ പറഞ്ഞ് നമ്മുടെ പിതാക്കന്മാരെല്ലാം നാട്ടിലാണ് കിടക്കുന്നത്. അവിടെയാണ് അവരുടെ സ്വത്തും കാര്യങ്ങളും എല്ലാം. അവിടെയാണ് കമ്പനിയൊക്കെ ഉണ്ടാക്കി. ഇവിടെ അവരാരും വന്ന് ഒരു കമ്പനി ഇല്ല. ഇവിടെ ഉണ്ടാക്കിയതെല്ലാം ഇവരാണ്. അത് നമ്മൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഇതിനകത്ത് കൊണ്ട് നമ്മളെ നട്ടു. കർത്താവ് ഓരോ വർഷവും നോക്കും, ഞാൻ നട്ടു, ഇത്രയും നന്മ കിട്ടിയിട്ടും എനിക്ക് ഒരു ഫലവും അതിനകത്ത്. അതുകൊണ്ട് വാതർന്ന് 2 സ്തോത്രം ഹല്ലേലൂയ ഉറക്കെ പറ. ആമേൻ ആമേൻ. കാരണം നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ട് നമ്മുടേതല്ല. ഇനി ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഇവിടെ വന്നത് എങ്ങനെയാ? നമ്മൾ വിചാരിക്കുന്നത് ഇവിടെ വന്നത് നമുക്ക് വിസ കിട്ടി, പാസ്പോർട്ട് കിട്ടി എന്നൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത്, അല്ലേ? അപ്പൊ നമ്മളോ ഇതുവരെ എത്തിയ കാര്യം ഇവിടെ വരെ ആയില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്കെല്ലാം സാധാരണ 200, 300, 400 ഒക്കെ സാലറി ഉള്ള ജോലിയും കാര്യങ്ങളും ഒക്കെ എത്തി, വിസ കിട്ടി, കാര്യങ്ങൾ കിട്ടി, ഫാമിലി ആയിട്ട് ഇവിടെ വന്നു. ഇവിടം വരെ നമ്മൾ എങ്ങനെ എത്തി? എങ്ങനെ എത്തി? ശരിക്ക് കേട്ടോണം കേട്ടോ. നമുക്ക് വായിക്കാം. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം. ആദ്യമേ നമുക്ക് അതിന്റെ 10 തൊട്ട് 2 വാക്യങ്ങൾ താഴോട്ട് വായിക്കാം. എങ്കിലും എനിക്ക് ബിലയാമിന്റെ അപേക്ഷ കേൾപ്പാൻ മനസ്സില്ലായകയാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു. ഇങ്ങനെ ഞാൻ നിങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് വിടുവിച്ചു. പിന്നെ നിങ്ങൾ യോർദാൻ കടന്ന് എരിഹോവിലേക്ക് വന്നു. എരിഹോ നിവാസികൾ അമോര്യർ, പെരിസ്യർ, കനാന്യർ, ഹിത്യർ, ഗിർഗസ്യർ, ഹിവ്യർ, യെബൂസിയർ എന്നിവർ നിങ്ങളോട് യുദ്ധം ചെയ്തു. ഞാൻ അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ചു. മതി. ഇനി എന്റെ 12, 13, 14 വാക്യം കൂടെ വേഗം വായിച്ചു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ചു. അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമോര്യരുടെ ആ 2 രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു. നിന്റെ വാളുകൊണ്ടല്ല, നിന്റെ വില്ലും കൊണ്ടല്ല, നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പീൻ. നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കക്കരെയും മിസ്രൈമിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ. പദങ്ങളൊക്കെ കണ്ടോ? യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യുവീൻ. അടിവരയിട്ടേ, യഹോവയെ തന്നെ മറക്കരുത്, സേവിക്കുകയും ചെയ്യീൻ എന്ന് അടുത്ത ലൈൻ വായിച്ചേ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തു കൊള്ളുവീൻ. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാ, ഈ ദൈവം നല്ലതല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ, നല്ലതല്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നെങ്കിൽ അടുത്ത അച്ചോട്ട് ഇങ്ങോട്ട് ആരാധനയ്ക്കൊന്നും പറയണ്ടായി. നല്ലതല്ലാത്ത ദൈവത്തെ നമ്മൾ എന്തിനാ ആരാധന? നല്ലതല്ലെന്ന് തോന്നുന്നെങ്കിൽ ആരാധനയ്ക്ക് വരണ്ട, നിങ്ങൾക്ക് പഴയതുപോലെ പോകാം. നല്ലതാകുന്നു തോന്നുന്നോ? ഏത് ദൈവം? ഈ ദൈവം. ഏതാ ഈ ദൈവത്തിന്റെ പ്രത്യേകത? 24:1 തൊട്ട് ആരംഭിക്കുകയാണ് ഈ ദൈവത്തിന്റെ പ്രത്യേകത. 1, നമ്മുടെ പിതാവായിരിക്കുന്ന 24:1 കണ്ടോ? അനന്തരം യോശുവ ഇസ്രായേൽ ഗോത്രങ്ങളെല്ലാം ശേഖേമിൽ കൂട്ടി ഇസ്രായേലിന്റെ മൂപ്പന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ചു. അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നു നിന്നു. അപ്പോൾ യോശുവ സർവ്വജനത്തോടും പറഞ്ഞത്, പദമൊക്കെ നിങ്ങൾ കണ്ടോ? 24:1 കണ്ടോ? യോശുവ എല്ലാവരെയും
നേതാക്കന്മാരെ മാത്രം കണ്ടോ, ആരെയൊക്കെ വിളിച്ച? മൂപ്പന്മാരെ, അല്ല വായിച്ചല്ലേ? മൂപ്പന്മാരെ, അവരെ നയിക്കുന്ന നേതാക്കന്മാരെ എല്ലാം വിളിച്ച് ശേഖേമിൽ കൂട്ടി. അടുത്ത പദം കണ്ടോ? ശേഖേമിൽ എന്നല്ല, ദൈവസന്നിധിയിൽ. കണ്ടോ? ശേഖേമിൽ ദൈവസന്നിധിയിൽ അവരെ വിളിച്ച് കൂട്ടി. ദൈവസന്നിധിയിൽ എല്ലാരെയും വിളിച്ചു കൂട്ടി. എല്ലാരും അവിടെ വന്ന് നിൽക്കുക. സ്തോത്രം. എന്തിനാ? ദൈവശബ്ദം കേൾക്കാൻ നിൽക്കുക, ദൈവം സംസാരിക്കാൻ നിൽക്കുക. അപ്പൊ ഒരു കാര്യം ഓർത്തോണം, ദൈവസന്നിധിയിൽ നിൽക്കുന്ന നേതാക്കന്മാർക്ക് ജനത്തെ കൊണ്ടുപോകാൻ പറ്റും. ദൈവസന്നിധി നിൽക്കാൻ സമയമില്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങണ്ട കേട്ടോ. ഓക്കെ, ആരും ഇറങ്ങണ്ട. ശേഖേമിൽ വന്നു, പക്ഷെ ശേഖേമിലല്ല നിൽക്കുന്നത്, ദൈവസന്നിധിയിലാണ് നിൽക്കുന്നത്. എന്തിനാ നിൽക്കുന്നത്? യോശുവ അവരോട് ഈ ദൈവത്തിന്റെ പ്രത്യേകത പറയാൻ തുടങ്ങി. എല്ലാരെയും വിളിച്ചു കൂട്ടി ശേഖേമിൽ കൊണ്ട് നിർത്തിയിട്ട് ഈ ദൈവത്തിന്റെ പ്രത്യേകതകൾ അക്ക വിട്ട് പറയാൻ തുടങ്ങി. ഒന്നാമത്തെ പ്രത്യേകത പറയാ, നമ്മുടെ പിതാവായ അബ്രഹാമിനെ ദൈവം എന്ത് ചെയ്തു? തേരഹിനെ ബാബിലോണിൽ നിന്ന് വിളിച്ച് ഇറക്കി യെരുശലേമിൽ കൊണ്ടുവന്നപ്പം ഇയാൾക്ക് മക്കൾ ഉണ്ടാകത്തില്ല. പ്രൈസ്. യെരുശലേമിൽ വന്നപ്പോ ഇയാളുടെ ഭാര്യ പ്രസവിക്കത്തില്ല. സ്തോത്രം. ബാബിലോണിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നടത്തി യെരുശലേമിൽ വന്നു. ഈ അന്നേരത്തേന് ഇയാളുടെ ഭാര്യ പ്രസവിക്കത്തില്ല, ഇയാൾക്ക് മക്കളുമില്ല. ഉടനെ കർത്താവ് എന്ത് ചെയ്തു? പ്രസവിക്കാത്ത മച്ചിയായ സാറായിക്ക് ഒരു കുഞ്ഞിനെ കൊടുത്തിട്ട് വീണ്ടും കർത്താവ് എന്ത് ചെയ്തു? ആ ഒരു കുഞ്ഞിനെ കർത്താവ് തൊട്ടിട്ട് 2 മക്കളെ കൊടുത്തു. എന്നിട്ട് ആ 2 മക്കളിൽ ഏശാവിനെ മാറ്റി യാക്കോബിനെ എടുത്തിട്ട് 12 മക്കളെ കൊടുത്തു. ഈ ദൈവം നല്ലതല്ലെന്ന് തോന്നുന്നോ? പറ. ഈ പ്രസവിക്കാത്ത മച്ചിയായിരിക്കുന്ന സാറായെ വിളിച്ചിറക്കി, അബ്രാഹാമിനെ വിളിച്ചിറക്കി, ഒരു തലമുറയെ കൊടുത്ത് അതിനെ 2 ആക്കി, ആ 2-നെ 12 ആക്കി, ആ 12-നെ ജാതിയാക്കി, ജാതിയെ വംശമാക്കി, വംശത്തെ രാജ്യമാക്കി. ഈ ദൈവം നല്ലതാണോ മോശമാണോ? പറഞ്ഞാട്ട് നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞേ. ഈ ദൈവം നല്ലതാണോ? ഇത് പറയാണ്. ശേഖേമിൽ കൊണ്ട് നിർത്തിയിട്ട്, ദൈവസന്നിധി നിർത്തിയിട്ട് അവരോട് ഈ ദൈവത്തിന്റെ ഒറ്റ വാക്കി പറയാ. നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഈ ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് പറയാൻ തുടങ്ങി. ദൈവം ഇടപെട്ടു, അവിടെ നിറക്കി. ദൈവം ഇടപെട്ടു, ഇവിടെ കൊണ്ടുവന്നു. ദൈവം ഇടപെട്ടു, മച്ചി പ്രസവിക്കത്തില്ല. ദൈവം ഇടപെട്ടു, ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. വീണ്ടും ദൈവം ഇടപെട്ടു, ആ കുഞ്ഞിന് 2 മക്കളെ കൊടുത്തു. വീണ്ടും ദൈവം ഇടപെട്ടു, ആ 2-നെ 12 ആക്കി. വീണ്ടും ദൈവം ഇടപെട്ടു, 12-നെ ജാതിയാക്കി. വീണ്ടും ഇടപെട്ടു, ജാതിയെ വംശമാക്കി, വംശത്തെ രാജ്യമാക്കി. ഈ ദൈവം നല്ലതല്ലേ? ഈ ദൈവം നല്ലതല്ലേ? സ്തോത്രം പറഞ്ഞോട്ടെ. ഈ ദൈവം നല്ലതാണോ? അല്ലെങ്കിൽ പുറകോട്ട് പൊക്കോ? ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ ഇടപെടലല്ലേ നാട്ടിൽ കിടന്ന് നിന്നെ ഇവിടെ കൊണ്ടുവന്നതും വിസ തന്നതും ഇത്രത്തോളം എത്തിയതും കമ്പനി കയറിയതും ജോലിയിലായതും ഫാമിലി വിസ കിട്ടിയതും മാസം മാസം ശമ്പളം മേടിക്കുന്നതും പിതാവായ നമ്മുടെ പിതാക്കന്മാരാരെങ്കിലും ഇടപെട്ടിട്ടാണോ? നമുക്ക് വേണ്ടി നമ്മുടെ ആരെങ്കിലും ഇവിടെ വന്നോ? സർവശക്തനായ ദൈവം ഇടപെട്ടിട്ടല്ലേ ഇത്രത്തോളം നന്മയുണ്ടായത്. ഈ ദൈവത്തിന്റെ ഇടപെടലുകൾ മറക്കരുത്. സകല വഴികളും അടഞ്ഞു പോകാൻ തുടങ്ങിയപ്പം ദൈവം ഇടപെട്ടില്ല വീണ്ടും ഇവിടെ നിർത്തിയത്. വിസ അടിക്കാതെ വന്നപ്പോ ദൈവം ഇടപെട്ടല്ലേ കംപ്ലൈന്റ് മാറ്റി തന്നത്. ദൈവം ഇടപെട്ടല്ലേ സാലറി കൂട്ടി തന്നത്. ദൈവം ഇടപെട്ടല്ലേ ഫാമിലിയായി ഇവിടെ വരാൻ പറ്റിയത്. ദൈവം ഇടപെട്ടല്ലേ നിനക്ക് സൗഖ്യം കിട്ടിയത്. ദൈവത്തിന്റെ ഇടപെടലല്ലേ ഇത്രത്തോളം ആയിരിക്കുന്നത്. ഇവിടെ ഇന്ന് പകൽക്കാലം രാത്രി വന്നതും ദൈവത്തിന്റെ ഇടപെടലല്ലേ. ദൈവത്തിന്റെ ഇടപെടലുകളെ കുറിച്ച് ഇദ്ദേഹം അക്കമിട്ട് പറയുക. അറിയാം, ഇസ്രായേലിന് അറിയത്തില്ല. അതുകൊണ്ട് യോശുവ ഓർപ്പിക്കുക, നീ ഓർത്തോണം കേട്ടോ, നമ്മുടെ പിതാക്കന്മാർക്കും മക്കളില്ലായിരുന്നു. ആ മക്കളില്ലാത്ത നമ്മുടെ അപ്പനെ ദൈവം ഇടപെട്ടു.
ദൈവം ഇടപെട്ടിട്ടാണ് നമ്മുടെ വെല്ലുമിച്ച് പ്രസവിച്ചത്. ആ പിതാവാണ് ആരെ? ഇസഹാക്ക്. ആ ഇസഹാക്കിന് കല്യാണം കഴിച്ച ഭാര്യ മച്ചിയായിരുന്നു. റിബേക്ക മച്ചി എന്ന് എഴുതിയിരിക്കുന്നത്. ആ മച്ചിയായ റിബേക്കയെ ദൈവം ഇടപെട്ടാണ് 2 കുഞ്ഞുങ്ങളെ കൊടുത്തത്. ആ 2 കുഞ്ഞുങ്ങളിൽ യാക്കോബ് കെട്ടിയ റാഹേല് മച്ചിയായിരുന്നു. വീണ്ടും ദൈവം ഇടപെട്ടു. റാഹേലിന് മക്കളെ കൊടുത്തു, ലേയ്ക്ക് മക്കളെ കൊടുത്തു. അവിടെ നിന്ന് ദൈവം അവരെ ജാതിയാക്കി, വംശമാക്കി. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, എവിടെയെല്ലാം തടസ്സം ഉണ്ടായിരുന്നു അവിടെയെല്ലാം ദൈവം ഇടപെട്ടില്ലേ? ദൈവം ഇടപെട്ടില്ലേ? ഇന്ന് ഇവിടെ ഇരിക്കുക ദൈവത്തിന്റെ ഇടപെടലല്ലേ? ഹല്ലേലൂയ പറഞ്ഞ്. അതുകൊണ്ട് ദൈവ മക്കളെ, ആമേ, ആ വാക്കി പറഞ്ഞ ഓർമ്മയുണ്ട്. ഏത് വാക്യവാ? ദൈവത്തെ തന്നെ സേവിപ്പീൻ. ഇത്രത്തോളം ഇടപെട്ട് നിന്നെ ഇവിടം വരെ കൊണ്ടുവന്ന ഈ ദൈവത്തെ തന്നെ സേവിപ്പീൻ. 1 ഇഞ്ച് പോലും നീ പുറകോട്ട് മാറരുത്. ഈ ദൈവം ഇടപെട്ടതിന്റെ വെളിച്ചത്തിലാണ് ഇന്നിവിടെ പലരും രോഗം മാറി സൗഖ്യത്തോടെ ഇരിക്കുന്നത്. വിട്ടുമാറാത്ത രോഗമുണ്ട ചിലരിവിടെ ഉണ്ടായിരുന്നു. വിസ ഇല്ലാതെ ജോലി അടഞ്ഞവരിവിടെ ഉണ്ടായിരുന്നു. മടങ്ങിപ്പോകാൻ തുടങ്ങിയവരിവിടെ ഉണ്ട്. ആമേ, 1 മാസം കഴിയാൻ നിവൃത്തിയില്ലാതെ ആമേ സാമ്പത്തിക ഞെരുക്കം അനുഭവിച്ചവരുണ്ട്. അവരെല്ലാം ഇന്നിവിടെ നിൽക്കുന്നത് ഈ ദൈവത്തിന്റെ ഇടപെടലാണ്. ഈ ദൈവം ഏതെല്ലാം രീതിയിൽ ഇടപെട്ടെന്നാണ് യോശുവ ഓർപ്പിക്കുന്നത്. യോശുവ പറയാം, നമുക്ക് വേണ്ടി ദൈവം ഏതെല്ലാം രീതിയിൽ ഇടപെട്ടു. നമുക്ക് വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? ഫറവോനെ ചെങ്കടലിൽ മുക്കി. അവിടെ ദൈവം ഇടപെട്ടു, ചെങ്കടലിൽ വഴിയുണ്ടാക്കി. അതിനുശേഷം ദൈവം ഇസ്രായേലിനെ മരുഭൂമി കയറ്റിയിട്ട് ദൈവം ഇടപെട്ടു. അവർക്ക് മേഘസ്തംഭം കൊടുത്തു. ദൈവം ഇടപെട്ടവർക്ക് അഗ്നിസ്തംഭം കൊടുത്തു. ദൈവം ഇടപെട്ടവർക്ക് മന്ന കൊടുത്തു. ദൈവം ഇടപെട്ടവർക്ക് വെളിച്ചം കൊടുത്തു, വെള്ളം കൊടുത്തു. 40 വർഷം ദൈവം ഇടപെട്ടവരുടെ വസ്ത്രം കീറിയില്ല. ദൈവം ഇടപെട്ടവരുടെ ചെരുപ്പ് ഇല്ല. അങ്ങനെ ദൈവത്തിന്റെ ഇടപെടല് ഈ പുള്ളി അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഹല്ലേലൂയ പറഞ്ഞത്. ആ പുള്ളി ഇനി അങ്ങോട്ട് വായിച്ചേ. 24-ന്റെ ഒരു 5-6 വാക്യം വായിച്ചാൽ മതി, സമയത്തിന്റെ പരിമിതി കൊണ്ട്. 24-ന്റെ 3 തൊട്ട് അങ്ങോട്ട് വായിച്ചേ, കേൾക്കാൻ ദൈവത്തിന്റെ ഇടപെടല്. പിതാവായ അബ്രഹാമിനെ നദിക്കക്കരെ നിന്ന് കൊണ്ടുവന്ന് കനാൻ ദേശത്തൊക്കെയും സഞ്ചരിപ്പിച്ച് അവന്റെ ദൈവം ഇടപെടുന്ന കണ്ട. നദിക്കക്കരെ കടന്നവനെ ദൈവം ഇടപെട്ട് ഇക്കരെ കയറ്റി. പിന്നെ ഇക്കരെ കൂടെ ദൈവം നടത്തി. അല്ലല്ല പറഞ്ഞ്. ആമേ, കടന്നെല്ലിനെ വരെ വിട്ട് ദൈവം ഇടപെട്ടു. കടനെല്ലിനെ വിട്ട് ദൈവം അവിടെ വിട്ടു. കയ്പായ വെള്ളത്തിന്റെ അവിടെ വന്നപ്പോ ദൈവം ഇടപെട്ട് അത് മധുരമാക്കി കൊടുത്തു. സ്തോത്രം പറഞ്ഞ്. വെള്ളം ഇല്ലാത്തടത്ത് വന്നപ്പോ ദൈവം ഇടപെട്ട് കോരേവിലെ പർവ്വതത്തിന് വെള്ളം കൊടുത്തു. അങ്ങനെ ദൈവ പൈതലേ, ഇന്നിവിടെ ഇരിക്കുന്ന ഒരു ദൈവത്തിന്റെ ഇടപെടലാ. ദൈവത്തിന്റെ ഇടപെടലാ. സർവശക്തന്റെ കരം ഇടപെട്ടത് കൊണ്ടാണ് ഇന്ന് രാത്രി നമ്മൾ ഈ ദേശത്തായിരിക്കുന്നത്. ഹല്ലേലൂയ പറയാം. ആമേ. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ മുന്തിരി പറിച്ചു മാറ്റിയിട്ട് ആ നട്ടം നോർത്തോണം. അറബിയുടെ കസേര എടുത്ത് അവനെ ഇറക്കിയിട്ടാ നിങ്ങളെ അവിടെ കയറ്റി ഇരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ പറഞ്ഞത്. ഇത് നമ്മളെ മേടിക്കേണ്ട സ്ഥാനത്താണ് നമ്മൾ ഈ മേടിച്ചോണ്ടിരിക്കുന്നത്. ഞാനിവിടെ വരുന്ന കാലത്ത് ജുഫേറിന് അങ്ങോട്ട് ശകലം അകത്തോട്ട് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് കാണാം, അവിടെ US നേവിയുടെ സൈഡാ. അവിടെ ഒറ്റ അറബിയുടെ വീട്ടിൽ അന്ന് AC ഇല്ല. 98-ൽ ഞാനിവിടെ വരുമ്പോൾ ആ അറബിയുടെ ചെറിയ ചെറിയ കുടിലുകൾ, ഇപ്പൊ എല്ലാം പൊളിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ ഫ്ലാറ്റുകളായി. അവിടെ ഒന്നും AC ഇല്ല അന്ന്. എനിക്ക് തന്നെ അത്ഭുതം തോന്നി. അന്നൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒത്തിരി അറബികൾ ഇല്ല അല്ലെങ്കിൽ പാട്ട് വരിക. ഇന്ന് കുറെ വ്യത്യാസം വന്നിട്ടുണ്ട്. 98-ലൊക്കെ ഞാൻ വരുമ്പോൾ നിങ്ങൾ നോക്കണമേ, ഇവിടുത്തെ അറബികൾ AC ഇല്ലാതെ പാട്ട് പെറുക്കി നടക്കുമ്പോൾ 10-200 മാസം നമ്മൾ മേടിച്ചുകൊണ്ടിരിക്കുക. അവര് മേടിക്കേണ്ടതാ ഈ പൈസ. അല്ലല്ലേ പറ. ഇത് അവരുടെ ദേശമാണ്, ഇത് അവർക്ക് വേണ്ടി. ബൈബിള് നിങ്ങൾ പഠിച്ചു നോക്ക്. ബൈബിള് പഠിച്ചാൽ ഇത് അവരുടെ ദേശമാ, എല്ലാം അവരുടേതാ. ഇപ്പൊ അനുഭവിക്കുന്നത് അവരെക്കാൾ കൂടുതലേ. ആമേൻ. നമ്മളിവിടെ കൊണ്ട് നട്ടപ്പം ആ നട്ട പുള്ളിക്ക് 2 സ്തോത്രം പറയുന്നതിന് എന്താ മുടക്കേ? 2 സ്തോത്രം പറയണ്ടേ? ഇതിനകത്ത് കൊണ്ട് പുള്ളി നട്ടില്ലേ? അല്ലെങ്കിൽ ഇവിടെ മുന്തിരിയല്ലേ ഇവിടെ വളരേണ്ടത്? അത്തിക്ക് ഇവിടെ സ്ഥാനമുണ്ടോ ഇവിടെ? സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാരും ഒന്ന് കണ്ണടച്ചിട്ട് ഒരു നിമിഷം കരങ്ങളടിച്ചൊന്ന് ആരാധിക്കുക ദൈവ മക്കളെ. സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞൊന്ന് ആരാധിക്ക്, സ്തോത്രം പറഞ്ഞൊന്ന് ആരാധിക്ക്. ദൈവം നമ്മളിവിടെ കൊണ്ടുവന്ന് നമുക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
12ാമത്തെ വാക്യം തുടങ്ങി വീണ്ടും വായിച്ച് ദൈവത്തിന്റെ ഇടപെടൽ കേട്ടോ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ കടന്നലിനെ അയച്ചു, അത് നിങ്ങളുടെ മുമ്പിൽ നിന്ന് അമോര്യരുടെ ആ 2 രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു. കണ്ടോ, ദൈവം കടന്നെല്ലിനെ അയച്ച് രാജാക്കന്മാരെ ഓടിച്ചു കളഞ്ഞു. ഏതെല്ലാം വിധത്തിലാണ് ദൈവം ഇടപെടുന്നത്. എന്ത് ചെയ്തു? ചെങ്കടലിൽ എന്ത് ചെയ്തു? ചെങ്കടലിൽ 2 വർഷത്തേക്കും വെള്ളം മാറ്റി ഇവരെ അക്കരെ കയറ്റിയിട്ട് അതേ വെള്ളം കൊണ്ട് ദൈവം പറവോനെ നശിപ്പിച്ചു. അങ്ങനെ ദൈവം ഇടപെടാത്ത ഒരു മേഖലയിലും ഇല്ല. സ്തോത്രം പറഞ്ഞേ. ഇന്ന് വരെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, ഇന്ന് വരെ നമ്മൾ വന്ന് ഇപ്പൊ ഇരിക്കുന്ന ആ നിമിഷം വരെ പുറകോട്ട് നോക്കിയാൽ ദൈവത്തിന്റെ ഇടപെടല, ദൈവത്തിന്റെ ഇടപെടല. കർത്താവിന്റെ കരം നമുക്ക് വേണ്ടി ഇടപെട്ടത് കൊണ്ട്, കർത്താവ് നമുക്ക് വേണ്ടി ഇറങ്ങി വന്നത് കൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. സ്തോത്രം. ചിന്ത ഇതൊന്നുമല്ല, ഞാൻ ചിന്തയിലേക്ക് വരികയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് ആരാധിക്കാതിരിക്കുന്നത് കൊണ്ടാണ് ഞാനിത് ഓർപ്പിച്ചത്. കാരണം ഈ ദൈവത്തെ ആരാധിക്കാതിരിക്കരുത്. കാരണം ഫലം കൊടുത്തില്ലെങ്കിൽ പുള്ളി ചിലപ്പോൾ വെട്ടിക്കളയും ഇതിനകത്തുനിന്ന്. ഈ മുന്തിരിത്തോട്ടത്തിൽ നമ്മളെ നിർത്തത്തില്ല, നമ്മൾ അതിന് യോഗ്യരല്ല. അത്തിക്ക് അതിനകത്ത് നിൽക്കാൻ യോഗ്യതയില്ല. കുറെ കൂടെ ഒക്കെ പുള്ളി നോക്കും. 10-400 രൂപ തന്നേച്ച് പുള്ളി നോക്കുക. ഞാൻ എപ്പോഴും പറയും, ഈ പത്രോസിന് പെരുത്ത മീൻകുട്ടം കൊടുത്തു. പെരുത്ത മീൻകുട്ടം ലൂക്കോസ് 5 അങ്ങനെയാ കാണുന്നത്. പടക് മുങ്ങുമാറാകുവോളം നിറച്ചു. കർത്താവ് ഒന്നും മിണ്ടിയില്ല. കർത്താവ് ഒന്നും മിണ്ടിയില്ല. ശ്രദ്ധിക്കണം കേട്ടോ. അതെന്താ കർത്താവ് ഒന്നും മിണ്ടാത്തത്? സ്തോത്രം. കർത്താവ് എന്തുകൊണ്ടൊന്നും മിണ്ടുന്നില്ല? പുള്ളി ആ പടകിന്റെ ഒരു മൂലക്കിരിക്കുക, ഒന്നും മിണ്ടിയില്ല. കരയ്ക്കടുത്ത് കഴിഞ്ഞപ്പോൾ പത്രോസിനോട് പറഞ്ഞു, പടകും വലയും വിട്ട് നീ എന്നെ പിൻഗമിക്കാൻ, ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കും. ഒന്നും മിണ്ടാതിരിക്കുക. സ്തോത്രം. എന്താ അങ്ങനെ ഇരുന്നെന്നറിയാവോ? ആമേൻ. ഒറ്റ വാക്കി പറയും. ഈ മീൻ കൊടുത്തു വെച്ച് കർത്താവ് മിണ്ടായിരുന്നു. എന്താണെന്നറിയോ? എന്ത് ചെയ്യുമെന്ന് നോക്കിയിരിക്കുക. ഇയാൾ എന്താണ് ഇനി അടുത്തായിട്ട്? ഇയാൾ ഇത് വാരിക്കൊണ്ട് മാർക്കറ്റിൽ പോകുവോ? ഇയാൾ ലേലം വിളിക്കുവോ? കച്ചവടം ചെയ്യുവോ? എന്താണ് ഇവന്റെ ഭാവമെന്ന്? 200 ദിനാറിന്റെ സാലറിയുടെ 300 ദിനാറിന്റെ ജോലി തന്ന് ചോടേതാമ്പരാൻ നോക്കുകയാണ്. നീ എന്താ ചെയ്യാൻ പോകുന്നത്? നീ എന്ത് ചെയ്യുമെന്നറിയാൻ വേണ്ടി ഈ പുളി മിണ്ടാതിരിക്കുക എന്ന് ഓർത്തോളം. ആമേ. പ്രൈസ് ദി ലോർഡ്. ഈ പത്രോസിന്റെ ഉള്ളിലിരിപ്പ് അറിയാൻ വേണ്ടി കർത്താവ് ഇങ്ങനെ മിണ്ടാതിരിക്കുക, മീൻ കൊടുത്തേച്ച്. ആമേ. കരക്കോട്ട് അടുത്തപ്പം പത്രോസ് ഓടിച്ചെന്ന കാൽക്കൽ വീട്. അപ്പൊ കർത്താവിന് മനസ്സിലായി, ഇവന് മീനല്ല വലുത്, ഞാനാണ് വലുത്. അല്ലെങ്കിൽ അവർ ദൈവ വൈതലേ, നിനക്ക് ആമേ ഈ സാമാന്യ വിസയും ചെറിയ ജോലിയും ആ കുഴപ്പമില്ലാതെ ആമേ ഇവിടെ നിൽക്കത്തക്കതിനുള്ള വഴിയൊക്കെ തുറന്നു തന്നേച്ച് നിന്റെ ജീവിതത്തിന്റെ പടയിൽ ഈ പുള്ളി നോക്കിയിരിക്കുക, നീ അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കുമെന്നറിയാൻ. ഹല്ലേലൂയ പറഞ്ഞേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അടുത്തതായിട്ട് ഇനി എന്താ ചെയ്യുന്നറിയാൻ പുള്ളി നോക്കിയിരിക്കുക. മീന്റെ പുറകെ പോവോ, കച്ചവടം കാണാൻ പോവോ? സാധാരണക്കാരൊക്കെ ചെയ്യുന്നതെന്നറിയാമോ? യേശുവിനോട് പറയാ, യേശുവേ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ, അല്ലേ? ഒരു സാക്ഷിയൊക്കെ അല്ലേ, വലിയ നീളത്തിലൊരു സാക്ഷിയൊക്കെ അറിയാലോ. യേശു ഒത്തിരി നന്ദിയുണ്ട്, ഞാൻ ഇതുകൊണ്ട് മാർക്കറ്റിൽ വിൽക്കാൻ പോവാ, ഞാൻ പെട്ടെന്ന് വരാം, കുറച്ച് പൈസ സുവിശേഷ വിലയ്ക്ക് ഞാൻ തരാം. പിന്നെ ഒരു കാര്യമാണ്, നാളെയും വരണം, നാളെയും വന്ന് എനിക്ക് ഇതുപോലെ. അപ്പൊ ഞാൻ അതിനകത്തൊന്നും കുറച്ച്. അത് കഴിഞ്ഞ് അടുത്ത ദിവസവും പത്രോസ് അങ്ങനെ പറഞ്ഞോ, വാരി കയറ്റിക്കൊണ്ട് പോയോ? ചിലരങ്ങനെയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിനെ എന്ത് ചെയ്യാം? ആമേ നമ്മുടെ ജീവിതത്തില് അനുഗ്രഹം ആമേ മേടിക്കാൻ വേണ്ടി നമ്മൾ യേശുവിനെ ഉപയോഗിക്കുകയാണ്. യേശു നമ്മളെ ഉപയോഗിക്കാൻ നമുക്ക് താല്പര്യമില്ല. നാളെ വരണം കേട്ടോ, നാളെ ഇതിനകത്ത് വന്ന് എന്ത് ചെയ്യണം? എനിക്ക് മീനെ, അപ്പൊ ഞാൻ കുറച്ച് പൈസ നാളെ സുവിശേഷ വിലയ്ക്ക് തരും, അടുത്ത ആഴ്ചയിലും തരും. അങ്ങനെ യേശുവിനെ ഡെയിലി തൻ്റെ ബിസിനസിന്റെ പങ്കാളിയായിട്ട് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചിലർ ഡെയിലി അങ്ങ് പ്രാർത്ഥനയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അത്, എനിക്ക് ഇത് അങ്ങനെ യേശുവിനെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിവർത്തിച്ചു തരുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കുഞ്ഞാനെ നിർത്തിയിട്ട് യേശുവിന് നിന്നെ ഉപയോഗിക്കാനുണ്ട്. പടകും വലയും വിട്ട് നീ എൻ്റെ അടുക്കലോട്ട് വരണം. എനിക്ക് നിന്നെ ഇനി എന്ത് ചെയ്യണം? എനിക്ക് നിന്നെ ഇനിയും മനുഷ്യനെ പിടിക്കുന്ന വ്യക്തിയായിട്ട് എനിക്ക് നിന്നെ ഉപയോഗിക്കണം. അതുകൊണ്ട് വിസ അടിച്ചു കിട്ടുന്ന ആളായിട്ട് മാത്രം യേശുവിനെ ഉപയോഗിക്കരുത് കേട്ടോ.
അതൊക്കെ മേടിച്ചോ, എതിർപ്പൊന്നുമില്ല. ആമേ, പ്രൈസ്. ജോലി മേടിച്ചു തരുന്ന ആളായിട്ട് മാത്രം ഉപയോഗിക്കരുത്. യേശുവിന് തന്റെ പദ്ധതിക്ക് നിന്നെയും കൂടെ ആവശ്യമുണ്ട്, നിന്നെയും കൂടെ ആവശ്യമുണ്ട്. അതിലൂടെ അങ്ങോട്ട് ഏൽപ്പിക്കണേ, അതിലൂടെ ഏൽപ്പിക്കണം. അതിനാണ് യേശു ഈ പടയിൽ മിണ്ടാതിരിക്കുന്നത്. യേശുവിന് മനസ്സിലായി പത്രോസ് നാളെയും യേശുവിനെ തന്റെ പങ്കാളിയായിട്ട് ഉപയോഗിക്കാനല്ല ആഗ്രഹിച്ചത്. ആ കാൽക്കൽ വീണ് താൻ മാനസാന്തരപ്പെടുകയാണ്. ഗുരുവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, എൻ്റെ പാപം ഏറ്റു പറഞ്ഞ് പത്രോസ് മാനസാന്തരപ്പെടും. ഇതുപോലെ മുന്തിരിത്തോട്ടത്തിനകത്ത് കൊണ്ട് നട്ടേച്ച് ഓരോ വർഷവും ഇങ്ങനെ നോക്കും, ഇവൻ കായ്ക്കുന്നുണ്ടോ. മുന്തിരിയുടെ വളം വലിച്ചെടുക്കുക, അറബിയുടെ കാശും അവന്റെ സുഖസൗകര്യങ്ങളും അവന്റെ ഫ്ലാറ്റും ഒക്കെ എടുത്ത് അവന്റെ AC ഒക്കെ എടുത്ത് സുഖമായിട്ട് ഇതിനകത്തൊക്കെ ചീറുക. ഇതിനകത്ത് കൊണ്ട് നട്ട പുള്ളിക്ക് അല്ലേലിയ പറയണ്ടേ, നട്ട പുള്ളിക്ക് സ്തോത്രം പറയണ്ടേ. സ്തോത്രം. പുറമ്പോക്കിലെങ്ങാണ്ട് കിടന്നതാ, അതുകൊണ്ട് ഇതിനകത്ത് നട്ടു. സ്തോത്രം. ഹല്ലേലൂയ. കൊരിന്ത്യ ലേഖനത്തിൽ 2-ാം അധ്യായം വായിക്കൊന്നും വേണ്ട, ഞാൻ വാക്യം പറയാം. നട്ടവനും നനച്ചവനും ഏതുമില്ല, വളരുമാറാക്കുന്നത് ദൈവമത്രേ. വളരുമാറാക്കുന്നത് എല്ലാം മനസ്സിലായോ? നട്ടവനും നനച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നട്ടവനും നനച്ചു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആമേ, തുടങ്ങിയവരും ഉണ്ടാക്കിയവരും ഒക്കെ ഒന്നുമില്ല, വളരുമാറാക്കുന്നത്. മനസ്സിലായോ? മാതാപിതാക്കൾ ആരുമല്ല നിന്നെ ഇവിടെ വളർത്തിയത്, നിന്നെ വളർത്തിയത് ദൈവമാ ഇവിടെ വളർത്തിയത്. സ്വോത്രം പറഞ്ഞത്. നട്ടവരും നനച്ചവരും എല്ലാം നാട്ടിൽ കിടക്കുക. ഹല്ലേലൂയ പറഞ്ഞത്. നട്ടവരും നനച്ചവരും ഒക്കെ നാട്ടിൽ കിടക്കുമ്പോൾ ഈ ദേശത്ത് നിന്നെ വളരുമാറാക്കിയവൻ ദൈവമാണെന്നോർത്തോളം. ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസലോ. അവരാരും ഇവിടെ വന്ന് ലോൺ എടുത്ത് തന്നിട്ട് നമ്മൾ വളർന്നതല്ല. അവരാരും ഇവിടെ വന്ന് റെക്കമെൻഡ് ഒന്നും ചെയ്തില്ല. നട്ടവരും നനച്ചവരും ഒക്കെ അവിടെ കിടക്കുമ്പോൾ സർവശക്തരായ ദൈവം ഈ ദേശത്ത് നിന്നെ വളർത്തിയത് കൊണ്ട് ആ വളർത്തിയ ദൈവത്തിൽ ഹല്ലേലൂയ പറയാം. ദൈവത്തെ ആരാധിക്കാം, കരങ്ങളടിക്കാം. യേശുവിന്റെ നാമത്തിൽ ജയം. ഗൗഡാര ബല 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 സന്ദരാര ജന ഗൗഡര ബല ബല ഞാൻ ഓർക്കുകയായിരുന്നു, നട്ടവരും നനച്ചവരും എന്ന് പറഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളും വേണ്ടപ്പെട്ടവരും. ആമേൻ, ആമേ. നമ്മൾ ഈ ഭൂമിയിൽ ജന്മം കൊടുത്ത നമ്മുടെ മാതാപിതാക്കളോ, നമ്മെ ഇത്രത്തോളം കൊണ്ടുവന്ന മാതാപിതാക്കളോ, ബന്ധുപുത്രാദികളോ, സഹോദരങ്ങളോ ആരും ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല. സ്തോത്രം പറഞ്ഞ് നമ്മൾ 90-ൽ നിന്ന് 100-ലേക്കും 100-ൽ നിന്ന് 200-ലേക്കും 200-ൽ നിന്ന് 300-ലേക്കും ഒക്കെ വളർത്തുമാറാക്കിയവൻ ദൈവമാണ്. വളർത്തുമാറാക്കിയവൻ ദൈവമാണ്. ആ ദൈവത്തെ മറക്കരുത്. പൗലോസ് പറയാണ്, പലരും നട്ട് കാണും, പക്ഷെ നട്ടവരാരുമല്ല വളർത്തിയത്. അവരെ കൊണ്ട് ആരെ കൊണ്ടും വളർത്താൻ പറ്റിയില്ല. പക്ഷെ വെള്ളം തന്നവരോ നട്ടവരോ നനച്ചവരോ ഒന്നുമല്ല, വളരുമാറാക്കിയവൻ ദൈവം. ഹല്ലേലൂയ പറഞ്ഞേ. ആണോ? മാതാപിതാക്കൾ ആരിലും ഇവിടെ വന്ന് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്തിട്ടാണോ ഇവിടെ 10-15 വർഷമായിട്ട് നിൽക്കുന്നത്? പറ. ആരെയും നമ്മുടെ പറയുവാണ് നമ്മൾ ഇത്രത്തോളം ഇവിടെ വന്ന കാലം തുടങ്ങി ഇന്ന് വരെ നോക്കുമ്പോൾ എത്രയോ നമ്മൾ വളർന്നു. സ്വത്രം പറഞ്ഞ് ജോലിയിൽ വളർന്നില്ലേ, സാലറിയിൽ വളർന്നില്ലേ, എത്രയോ മാറ്റങ്ങൾ. ഒറ്റയ്ക്ക് വന്നവർക്ക് പലർക്കും അതിന്റെ പുറകെ കുഞ്ഞുങ്ങളെയും ഭാര്യയെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അങ്ങനെ എത്രയോ വളർച്ച നമുക്ക് ദൈവം ഒരുക്കി തന്നു. അതുകൊണ്ട് പൗലോസ് വീണ്ടും പറയാണ്, നട്ടവനും നനച്ചവനുമല്ല, വളരുമാറാക്കുന്നവൻ ദൈവമത്രേ. ദൈവമത്രേ. മറക്കരുതേ. മടങ്ങി വരാം. അപ്പൊ ദൈവത്തിന്റെ ഇടപെടൽ. കടന്നല്ലിനെ വിട്ട് ദൈവം ഇടപെട്ടു, ചെങ്കടലിൽ ദൈവം ഇടപെട്ടു, ഫറവോനോട് ദൈവം ഇടപെട്ടു, അമോന്യ രാജാക്കന്മാരോട് ദൈവം ഇടപെട്ടു, സീഹോൻ, ഓഹ്, ഈ പറയുന്ന രാജാക്കന്മാരോടൊക്കെ ദൈവം ഇടപെട്ടു. അറിയാമല്ലോ, മോവാബ് സമാഭൂമിയിൽ വന്നപ്പോഴത്തേന് ബാരാക്ക് എന്ത് ചെയ്തു? ബിലെയാമിനെ ശപിക്കാൻ കൊണ്ടുവന്നു. ഇസ്രായേലിനെ ശപിക്കാൻ കൊണ്ടുവന്ന് അവിടെയെല്ലാം ദൈവം ഇടപെട്ടു. സ്വത്രം പറഞ്ഞ്. അങ്ങനെ നിന്റെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം ശത്രു നിന്നെ നശിപ്പിക്കാൻ മുന്നോട്ട് വന്നിടത്തെല്ലാം സർവശക്തനായ ദൈവം ഇടപെട്ട് ഇന്ന് ഈ ദിവസം വരെയും എത്തി. ഹല്ലേലൂയ പറഞ്ഞ്. ദൈവം ഇടപെട്ടില്ലായിരുന്നെങ്കിൽ, ഹല്ലേലൂയ,
സീഗെ, ഓഗെ, അമോന്യ രാജാക്കന്മാര്, മോബാബിയ രാജാക്കന്മാര്, ആമേ ഇല്ലേ, ആമേൻ ആമേൻ ആമേ, അമാലേക്യര്, പെലസ്ത്യര്, നൂറുകണക്കിന് ശത്രുക്കൾ നിനക്കെതിരെ വെല്ലുവിളിയോടെ വന്നപ്പോഴെല്ലാം സർവശക്തന്റെ കരം ഇടപെട്ടിട്ടല്ലേ അവിടെ എല്ലാം കടന്ന് ഇത്രത്തോളം വന്നത്, ഇത്രത്തോളം എത്തിയത്. ദൈവത്തെ ഓർക്കണ്ടേ. അപ്പം യോശുവ ശേഖേമി വിളിച്ചു കൂട്ടിയിട്ട് ദൈവത്തിന്റെ ഇടപെടല് പറയാ. എല്ലാരും വിളിച്ച് ദൈവസ്ഥനെ നിർത്തിയിട്ട് പറയാ, മറക്കരുത് കേട്ടോ, പിതാക്കന്മാരെ ദൈവം ഇടപെട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ അബ്രാഹാമിനെ ദൈവം ഇടപെട്ടില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഭൂമി കാണുകയില്ല. കാര്യം അയാൾക്ക് മക്കളില്ലല്ലോ. നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടായിട്ട് തന്നെ ദൈവത്തിന്റെ കരത്തിന്റെ ഇടപെടല. നമ്മൾ ഇവിടെ വന്നിട്ട് ദൈവത്തിന്റെ കരത്തിന്റെ ഇടപെടല. ആമേ. ഇനി നമുക്ക് 14 തൊട്ട് വായിക്കാം, 13 തൊട്ട്. നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു. നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിപ്പിൻ. എന്നാൽ യഹോവയെ ഭയപ്പെട്ട് പരമാർത്ഥതയോടും വിശ്വസ്തനും കൂടെ സേവിപ്പിൻ. കാര്യം എന്നാ? ദൈവത്തിന് ഇടപെടൽ കണ്ടോ? നിങ്ങൾ പണിയാത്ത വീട് ഞാൻ ഇടപെട്ട് നിങ്ങൾക്ക് തന്നു. സ്തോത്രം പറഞ്ഞേ. നമ്മുടെ പിതാക്കന്മാര് വന്ന് ഫ്ലാറ്റ് പണിതോ? പറ നിങ്ങളെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മുടെ പിതാക്കന്മാരാരും പണിയാത്ത ഫ്ലാറ്റ്, നമ്മുടെ പിതാക്കന്മാരാരും ആമേ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഇവിടെ വരാതിരിക്കുമ്പോൾ, ആമേ നമുക്ക് വേണ്ടി ദൈവം ഇടപെട്ട് ഇവിടെ ജോലിയും, ദൈവം ഇടപെട്ട് ഇവിടെ ഫ്ലാറ്റും, ദൈവം ഇടപെട്ട് ഇവിടെ വണ്ടിയും, ദൈവം ഇടപെട്ട് ഇവിടെ സുഖമായ ജീവിതവും, ഇത്രയും വർഷം ദൈവം ഇടപെട്ട് അനേകം നന്മകൾ നാട്ടിലേക്ക് അയക്കാനും, നമ്മുടെ വീട്ടുകാരുടെ ദാരിദ്ര്യവും ക്ഷാമവും ഒക്കെ മാറി നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നാട്ടിൽ പഠിക്കാനും എടുക്കാനും എല്ലാം സാമ്പത്തികം ഉണ്ടാകുന്നതും ഇവിടെ നിൽക്കുന്നതും എല്ലാം ആ കരത്തിന്റെ ഇടപെടലല്ലേ, ആ കരത്തിന്റെ ഇടപെടലല്ലേ. വെട്ടിയിട്ടില്ലാത്ത വീട്, നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടം കണ്ടോ? നമ്മുടെ പിതാക്കന്മാർ വന്ന് കിണർ വെട്ടിയോ ഇവിടെ? അവര് വന്ന് ഇവിടെ പ്ലാറ്റ് പണിതോ? അവര് വന്ന് ഇവിടെ പച്ചക്കറിത്തോട്ടം നട്ടോ? അവര് വന്ന് ഇവിടെ മുന്തിരിത്തോട്ടം നട്ടോ? സൂപ്പർ ക്വാളിറ്റി പച്ചക്കറി ഇന്ത്യക്കാര് കഴിക്കുന്നതിനൊക്കെ സൂപ്പറായിട്ട് നമ്മൾ കഴിക്കുന്നില്ലേ? നമ്മുടെ പിതാക്കന്മാർ നട്ടോ? കണ്ടോ? നട്ടിട്ടില്ലാത്ത എത്രയോ നന്മകൾ അത് ഭക്ഷിക്കുവാനും അനുഭവിക്കാനും സർവശക്തന്റെ കരമിടയാക്കി. അതുകൊണ്ട് ഈ കരത്തിന്റെ ഇടപെടൽ മറന്നു പോകരുത്. അതുകൊണ്ട് യോശുവ പറയാണ്, ഈ ദൈവത്തെ തന്നെ സേവിപ്പീൻ. സർവശക്തന്റെ ഇടപെടൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് 24-ന്റെ 1 തൊട്ട് വീട്ടിൽ പോയിരുന്നു. ശരിക്കൊന്ന് വായിച്ചു. എല്ലാരും ശേഖേമി കൊണ്ട് നിർത്തിയിട്ട് യോശുവ ഇപ്പൊ വിരമിക്കാൻ പോവുക. അദ്ദേഹം സ്ഥാനം ഒഴിയുമ്പോൾ അദ്ദേഹം പറയാണ്, നമ്മുടെ ദൈവത്തിന്റെ ഇടപെടൽ എവിടം വരെ എത്തി? ഇന്ന് നമ്മൾ വെട്ടിയിട്ടില്ലാത്ത കിണറിന്റെ ഉടമസ്ഥരായി, ഇന്ന് നമ്മൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥരായി, ഇന്ന് നമ്മൾ വീടിന്റെ ഉടമസ്ഥരായി. നമുക്ക് എവിടെ നീ വീട് വന്നു? എവിടെ നീ മുന്തിരിത്തോട്ടം വന്നു? എവിടെ നമുക്ക് കിണർ കിട്ടി? ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ. ആമേൻ ആമേൻ. നമ്മൾ ഇന്ന് പലതിൻ്റെയും ഉടമകളായില്ലേ? ഹല്ലേലൂയ. ചെറിയ വീടാണേലും എല്ലാം നമുക്കുണ്ടായില്ലേ? ഇതെല്ലാം എങ്ങനെ വന്നു? ഒടേ തമ്പുരാന്റെ ഇടപെടൽ, ദൈവത്തിന്റെ ഇടപെടൽ, കർത്താവിന്റെ കരമിടപെട്ട് ഇത്രത്തോളം കൊണ്ടുവന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഇനി എനിക്ക് പറയാനുള്ളത്, കർത്താവിന്റെ കരം ഇനി ഇടപെടും. ഇനി നമ്മളെ സമൃദ്ധിയായി കർത്താവിന്റെ കരം നമ്മളെ നടത്തുവാൻ ശക്തമാണ്. ആമേൻ ആമേൻ. കേട്ടല്ലോ? അതുകൊണ്ട് യോശുവ പറയാണ് 15-ാമത്തെ വാക്യത്തിൽ, ഈ ദൈവം നല്ലതല്ലെന്ന് തോന്നുന്നോ ബ്രദറെ? ഈ ഇടപെട്ട ദൈവം നല്ലതല്ലെന്ന് തോന്നുന്നുണ്ടോ? വിസ അടിക്കാനത്ത് ഇടപെട്ട ദൈവം മോശമാണോ? ഹല്ലേലൂയ. സാലറി നമ്മെ തികയാതിരുന്നപ്പോ പ്രാർത്ഥിച്ച് അത് അല്പം കൂടെ കൂട്ടി തന്ന ഈ ദൈവം നല്ലതല്ലേ? ഫാമിലി വിസ എന്ന ഈ ദൈവം നല്ലതല്ലേ? 10-15 വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യാൻ ആരോഗ്യം ബലവും തരുന്ന ഈ ദൈവം നല്ലതല്ലേ? ഹല്ലേലൂയ പറ. നമ്മുടെ കുഞ്ഞുങ്ങൾ നാട്ടിൽ പട്ടിണിയില്ലാതെ കഴിയുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. മാന്യമായ വസ്ത്രം ധരിക്കുന്നില്ലേ? ആമേൻ ആമേൻ ആമേൻ. ഓരോ മാസവും നമ്മൾ അനുഗ്രഹത്തോടെ നടക്കുന്നില്ലേ? ഈ ദൈവം നല്ലതല്ലെന്ന് തോന്നുന്നെങ്കിൽ ആരും വാ തുറക്കണ്ട. ഈ ദൈവം നല്ലതാണെങ്കിൽ ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കാൽവര്യത്താൽ ചെയ്യും ദൈവത്തിന്റെ പ്രത്യേകതകൾ.
ഈ ദൈവം 15-ാമത്തെ വാക്യം വായിച്ച സിസ്റ്ററെ. യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോന്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തു കൊള്ളുവീൻ. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് തീരുമാനം. പുള്ളി പറയാ, ഈ ദൈവത്തെ മരിക്കുന്നത് വരെ ഞാനും എന്റെ കുടുംബം വിടത്തില്ല. ദൈവത്തെ ഞങ്ങളുടെ പിതാക്കന്മാരോട് ഇടപെട്ട് 1-നെ 2 ദൈവം, 2-നെ 12 ദൈവം, 12-നെ വംശമാക്കി, വംശത്തെ ജാതിയാക്കി, ജാതിയെ രാജ്യമാക്കി, ഇന്ന് ഞങ്ങളൊരു രാജ്യമായിരിക്കുന്നു. ഈ ദൈവത്തെ ഞാനും എന്റെ കുടുംബവും, സ്തോത്രം പറഞ്ഞേ, ഈ ദൈവത്തെ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ ഒരു കാലത്തും ഈ ദൈവത്തെ വിടത്തില്ല. ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ ക്ഷമിക്കും. സ്തോത്രം പറ. ഇന്ന് രാത്രി തീരുമാനിക്ക്, എന്റെ ആയുസ്സുള്ള കാലം വരെയും ഞാനും എന്റെ കുടുംബവുമോ ഈ ദൈവത്തെ ആരാധിക്കും. ഹല്ലേലൂയ. എല്ലാ വഴികളും അടഞ്ഞെടുത്തും ശൂന്യമായെടുത്തും ഒന്നുമില്ലാത്തടത്തും. ഞാൻ എപ്പോഴും പറയും, ഈ കുഞ്ഞുങ്ങളെ പ്രസവിക്കത്തില്ല എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. അത് ബൈബിളിൽ ഒരു വിഷയമല്ല. കുഞ്ഞുങ്ങളെ പ്രസവിക്കത്തില്ല. സാറായെ, അതുപോലെ വേറൊരു സഹോദരിയുണ്ട്, മനോഹയുടെ ഭാര്യ, കുഞ്ഞുങ്ങളെ പ്രസവിക്കത്തില്ലെന്നല്ല വിഷയം. അവിടെ ദൂതൻ പറയുന്നൊരു കാര്യം കേട്ടുള്ളൂ, നിങ്ങൾ വായിക്കും, ശ്രദ്ധിക്കണം. നീ മച്ചിയല്ലയോ, നീ മച്ചി പ്രസവിക്കത്തില്ലെന്നല്ല. മച്ചിയല്ലയോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതിന്റെ അർത്ഥം നീ വട്ടപൂജ്യമാണ്. എന്തു നോക്കിയാലും നിന്റെ ജീവിതത്തിൽ 0, വട്ടപൂജ്യമാണ്. ആമേ. മരുന്ന് കഴിച്ചാലും എന്ത് കഴിച്ചാലും കുഞ്ഞുങ്ങൾ ഉണ്ടാകത്തില്ല. അങ്ങനെ വട്ടപൂജ്യത്തിൽ നിന്ന്, 0-യിൽ നിന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം പുറത്തെടുത്ത ദൈവം. ഈ ദൈവം മോശമാ? സാറാ മച്ചിയാ, പ്രസവിക്കാത്തോളം നല്ല എഴുതിയിരിക്കുക. സാറാ മച്ചി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മച്ചി എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തവളെന്നല്ല, ഒരിക്കലും കുഞ്ഞുണ്ടാകാതെ ശൂന്യമായത്, 0 ആയത്, വട്ടപൂജ്യമായത്. അവിടെയാ ദൈവം ഇടപെട്ടത്. അവിടെ ദൈവം ഇടപെട്ടിരുന്നത് വട്ടപൂജ്യത്തിനകത്ത്, ആ 0-യിലെ, ആ ശൂന്യതയിലെ ദൈവം ഇടപെട്ട് അവിടെ നിന്ന് ഒരു വലിയ രാജ്യം തന്നെ ദൈവം പുറത്തു കൊണ്ടുവന്നു. ബുധനാഴ്ച ഞാൻ പറഞ്ഞു, നമ്മുടെ ഇടയിലെ സഹോദരിമാർക്കും നമ്മുടെ ഇടയിലെ വിശ്വാസികൾക്കും ഒക്കെ ഒരു വലിയ കുറവുണ്ട്. എന്നാന്നറിയാമോ? നമ്മുടെ ഇടയിലൊരു കുറവ്, എന്നെ കൊണ്ട് വലുതായിട്ടൊന്നും നടക്കത്തില്ല, കർത്താവിന് വേണ്ടി നിൽക്കാനും പ്രവർത്തിക്കാനും ഒന്നും നമുക്കാർക്കും കർത്താവിന് വേണ്ടി ഒത്തിരി കൊടുക്കാനും മേടിക്കാനും ഇല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അവനവൻ്റെ കാര്യങ്ങളൊക്കെ കഷ്ടിച്ച് നടക്കാനുള്ള സാമ്പത്തികമൊക്കെ നമുക്കുള്ളൂ. പിന്നെ ആ കൂട്ടത്തിൽ നമ്മുടെ കഴിവിൻ്റെ പരമാവധി എല്ലാവരും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്ന വിഷയം അതല്ല. അങ്ങനെ ആരും ധരിക്കും. സാമ്പത്തികമല്ല, കർത്താവിന് വേണ്ടി ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ആ വാക്യം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം വായിച്ച് കേൾപ്പിച്ചപ്പോൾ വായിക്കൊന്നുമില്ല, ഞാനിപ്പോൾ പറയാം. രൂത്ത് 4-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം തുടങ്ങി 10-ാമത്തെ വാക്യം തുടങ്ങി മുന്നോട്ട് വരുമ്പോൾ ആ ഇസ്രായേൽ ജനം മൊത്തം മുഴുവനും പട്ടണത്തിലെ മൂപ്പന്മാരോട് നിന്നിട്ട് ഒരനുഗ്രഹം പറഞ്ഞു. രൂത്തിനെ നോക്കിയിട്ട് പറയുക, ലേയെ പോലെയും റാഹേലിനെ പോലെയും ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അവരല്ലോ ഇസ്രയേൽ ഗ്രഹം പണിതത്. അവരാണ് ഇസ്രയേൽ ഗ്രഹം. ഈ 2 സഹോദരിമാരാണ് എന്ത് ചെയ്തത്? ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഭൂമിയിൽ പണിതെടുത്തത് ഈ 2 സഹോദരിമാർ. ആരൊക്കെയാ? ലേയ ആരായിരുന്നു? കോങ്ങണ്ണിയാണ് ലേയ. വിദ്യാഭ്യാസമില്ല, ആടിനെ മേയ്ക്കുന്ന തൊഴിലായിരുന്നു. അപ്പന്റെ ആടുകളെ മേയ്ക്കുകയാണ് ലേയും റാഹേലും. 2 പേർക്കും പഠിത്തമില്ല, വിദ്യാഭ്യാസമില്ല. അത് റാഹേലിന് ഒരു സൗന്ദര്യമുണ്ട്, ലേയ്ക്കൊന്നുമില്ല. വിദ്യാഭ്യാസമില്ലാത്ത, വലിയ സൗന്ദര്യമില്ലാത്ത, വലിയ കഴിവില്ലാത്ത ലേയും റാഹേലിനെ കൊണ്ടും ദൈവം ഈ ലോകത്തിൽ ഇസ്രായേൽ രാജ്യം പണിതു. അങ്ങനെയാണെങ്കിൽ BA-ക്കാരായ നിങ്ങള്, MA-ക്കാരായ നിങ്ങള്, BTech-കാരായ നിങ്ങള്, MTech-കാരായ നിങ്ങള് ദൈവത്തിന് എത്ര ഉപയോഗിക്കാൻ പറ്റും? നിങ്ങൾ പറ.
വെറും വിദ്യാഭ്യാസമില്ലാത്ത ലേയെ കൊണ്ടും റാഹേലിനെ കൊണ്ടും ദൈവത്തിന് ഇസ്രായേൽ രാജ്യം ഈ ഭൂമിയിൽ പണിതെടുക്കാൻ കഴിഞ്ഞെങ്കിൽ അതിനേക്കാൾ എത്രയോ വിദ്യാസമ്പന്നന്മാരാണ് നിങ്ങള്, എത്രയോ വലിയവരാണ് നിങ്ങള്. നിങ്ങളെ ദൈവത്തിന് എത്രമാത്രം ദൈവത്തിന്റെ കെട്ടുപണിക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്തുകൊണ്ട് നമ്മൾ സമർപ്പിക്കുന്നില്ല? അതിനെന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? തയ്യാറായാൽ ഈ രണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് ഇസ്രായേൽ രാജ്യം പണിയാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നിങ്ങളെ കൊണ്ട് ഈ ഭൂമിയിൽ ദൈവത്തിന്റെ വേല എത്ര ശക്തമായി ചെയ്യാൻ കർത്താവിന് കഴിയും. സ്തോത്രം. അതുകൊണ്ട് നീ കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. സാമ്പത്തികമല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് നമുക്ക് ഉണ്ടാകുമ്പോൾ കൊടുക്കുക. അല്ലാതെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാനും പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും എടുക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകത്തില്ല. നിങ്ങളെ ഉപയോഗിക്കും. ലേയെ റാഹേലിനെ കൊണ്ട് ഇത്രയും കാര്യം ചെയ്യിക്കാമെങ്കിൽ കർത്താവ് ജയിക്കാൻ മേലെ. അടുത്ത ലൈൻ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അടുത്തത് ഇങ്ങനെ വായിക്കുന്നത്, രാഹാബിൽ അല്ലെങ്കിൽ രൂത്തിൽ ആര് ജനിച്ചു? ബോവസിൽ രൂത്തിൽ ഒബേദ് ജനിച്ചു, ദാവീദിന്റെ അപ്പൻ. പിന്നെ ദാവീദ്. സ്തോത്രം. മുന്നോട്ട് വരുമ്പോഴോ ഹല്ലേലൂയ പറഞ്ഞ് ദാവീദ് രാജാവാ. മുന്നോട്ട് വരുമ്പോൾ ദാവീദിന്റെ സിംഹാസനത്തിൽ ദാവീദിന്റെ കൊച്ചു മകനായി ആര് ജനിക്കുന്നു? യേശുക്രിസ്തു. എവിടെയാ വാക്യം? മത്തായി 1-ാം അധ്യായം. അബ്രാഹാമിന്റെ പിതാവായ അബ്രാഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിൽ യേശുക്രിസ്തുവിന്റെ ആ വലിയ ഭവനം പണിതത് ഈ രൂത്ത. ആരാ? 10 തലമുറ കഴിഞ്ഞാൽ പോലും യെരൂശലേമിൽ വരാതെ തള്ളിക്കളഞ്ഞവളാ, ദൂരെ കിടക്കുന്നവളാ, മഹാഭാവിയാണ്. സ്തോത്രം പറഞ്ഞ് ഒരു കഴിവുമില്ല, ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടവളാ. അവളെ കൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? ഇസ്രായേലിന്റെ 2ാമത്തെ രാജാവായ ദാവീദിനെയും ദാവീദിൽ കൂടെ യേശുക്രിസ്തുവിനെയും അങ്ങനെ ശ്രേഷ്ഠമായ നിലയിൽ ആ സഹോദരിയെ ദൈവത്തിന്റെ വേലയിൽ ദൈവം ഉപയോഗിച്ചു. നമ്മൾ ഉപ്പാവ് ഉണ്ടാക്കി, കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നതൊക്കെ വേണം, അതൊക്കെ ആവശ്യമാണ്. ആ കൂട്ടത്തിൽ കർത്താവിന് വേണ്ടി കൂടെ കുറെയൊക്കെ ഒന്ന് നിൽക്കാൻ, അതിനുവേണ്ടി ഒരു ദിവസം വേർതിരിക്കുന്നേ. ഒരു ദിവസം വേർതിരിച്ച് 4 പേരെ വിളിക്കുക, 4 പേര് വീട്ടിൽ പോയി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, എടുക്കുകയൊക്കെ ചെയ്യേ. അതിന്റെ നന്മയുടെ കർത്താവ് നിനക്ക് തരും. പെരക്കാറ്റ് തന്നെ ഇരുന്നുകൊണ്ട് ഇവിടെ വന്ന് വെള്ളിയാഴ്ച കൈ അടിച്ചേച്ച് പോവുക. സ്വത്രം പാസ്റ്റർക്ക് പറയാൻ നോക്കല്ലോ, പറഞ്ഞു പോയാൽ ചിലപ്പോൾ അടുത്ത ആഴ്ച ഇപ്പോഴത്തെ പരിപാടി തരാം, ആർക്കും ഒന്ന് പറയാം. കാരണം അപ്പുറത്തെ സഭകൾ തുറന്നിട്ടേക്കുക. യേശു വാതലല്ല. യേശു വാതലാണെങ്കിൽ അതിനകത്തൂടെ കയറാൻ ഇടുക്കും അല്ലേ? ഇടുക്ക് വാതില. അപ്പോൾ പല സഭയുടെയും വാതിൽ യേശുവല്ല, വിശാല വാതിൽ. അത് അവർ തന്നെ ഉണ്ടാക്കി വെച്ചേക്കുന്ന. അതിനകത്തൂടെ സിഗരറ്റ് വലിക്കുന്നവർക്ക് കയറിപ്പോകാം, ചീത്ത വിളിക്കുന്നവർക്ക് കയറിപ്പോകാം. ഇതിനകത്തൂടെ അത് പറ്റത്തില്ലല്ലോ. ഇതിനകത്ത് വേർപാട് വേണം, വിശുദ്ധി വേണം, വചനം അനുസരിക്കണം. അപ്പൊ ഇതിനകത്തൂടെ കയറാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് വിശാല വാതിൽ ഇഷ്ടം പോലെ അപ്പുറത്തുണ്ട്. അവർക്ക് ഹോസ്പിറ്റലുണ്ട്, സ്കൂളുണ്ട്, സപ്പോർട്ടുണ്ട്, സഹായമുണ്ട്. പ്രൈസൊക്കെ കൊടുക്കും, വീട് വെച്ച് കൊടുക്കും ഒക്കെ വേണം. വിശാല വാതില പോകാം. പക്ഷെ അവസാനം ജനിച്ച അടുത്തൊരു നാശത്തിലാന്ന് ആ ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. ആ വാതിലിന്റെ അവസാനം നമ്മൾ എവിടെ എത്തും? നാശത്തിലെത്തും. സ്തോത്രം പറഞ്ഞേ. ഓക്കെ. അപ്പൊ അതുകൊണ്ട് യോശുവ പറയാണ്, നിങ്ങൾ ഈ ദൈവത്തെ മറക്കരുത്. ഈ ദൈവത്തെ നിങ്ങൾ ഓർക്കണം. ഏത് ദൈവത്തെ? നമ്മുടെ പിതാക്കന്മാരോട് ഇടപെട്ട്, കൊച്ചുമക്കളായി നമ്മളോട് ഇടപെട്ട്, നമ്മളെ 40 വർഷം നടത്തി പറവന്റെ കെട്ടുപൊട്ടിച്ച്, വെട്ടിയിട്ടില്ലാത്ത കിണറിലെ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടമൊക്കെ തന്ന് ഇതുവരെ കൊണ്ടുവന്ന ഈ ദൈവത്തെ മറക്കരുത്. ഈ ദൈവത്തെ മറക്കരുത്. അതുകൊണ്ട് ഇസ്രായേൽ ഈ ദൈവത്തെ മറക്കുമെന്ന് ആർക്കറിയാം? യോശുവയ്ക്കറിയാം. അതുകൊണ്ട് യോശുവ എടുത്തു പറയാണ്, ഈ ദൈവത്തെ തന്നെ സേവിപ്പീൻ, ഈ ദൈവത്തെ തന്നെ സേവിപ്പീൻ. കാരണം നാളെ ഇവർ മറന്നുപോകും. പലരും അങ്ങനെ മറന്നുകൊണ്ടിരിക്കുക.
ഹല്ലേലൂയ പറഞ്ഞ് വിസയൊക്കെ അടിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോ ഈ അടിച്ചു വന്ന പുള്ളിയെ ഇവരങ്ങ് മറന്നു. സ്തോത്രം പറഞ്ഞ് ഒന്നുമില്ലാതിരുന്നപ്പോൾ ആകെ ഭാരവും പ്രയാസവും ഒക്കെ ആയിരുന്നപ്പോൾ ഈ ദൈവം നമ്മളെ ഉയർത്തി. ഇപ്പോൾ ആ ദൈവത്തെ മറന്നു. അതുകൊണ്ട് ഈ ദൈവത്തെ മറക്കുമെന്ന് നന്നായിട്ട് ജോഷുവയ്ക്ക് അറിയാം. അതുകൊണ്ട് ജോഷുവ പറഞ്ഞു, ഈ ദൈവത്തെ തന്നെ സേവിപ്പീൻ, ഈ ദൈവത്തെ തന്നെ സേവിപ്പീൻ, നിങ്ങൾ വിശ്വസ്തയോടെ നിൽപ്പീൻ, നിങ്ങൾ ഉറച്ചു നിൽപ്പീൻ. ദൈവവൈതലേ, മരിക്കുന്നത് വരെ ഈ ദൈവത്തെ തന്നെ ആരാധിച്ചോണം. ഈ ദൈവത്തെ വിട്ടുപോകരുത്. ഈ ദൈവത്തിന്റെ ഇടപെടലാണല്ലോ നമ്മൾ ഇത്രത്തോളം വന്നത്. ജോഷുവ 16-ാമത്തെ വാക്യത്തിൽ ഉടമ്പടി എടുക്കുകയാണ്. ഞാനും എൻ്റെ കുടുംബവുമോ ഈ ദൈവത്തെ വിട്ടിനി ഒരിക്കലും പോകില്ല. ഈ ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് ഞങ്ങൾ ഇവിടം വരെയും വന്നു. അടുത്ത വാക്യം 17 വായിച്ച്. ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും അടിമ വീടായ മിസ്രൈമിൻ ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ച് ഞങ്ങൾ കാണുകെ ആ വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ നടന്ന എല്ലാ വഴിയിലും ഞങ്ങൾ കടന്നു പോകുന്ന സകല ജാതികളുടെ ഇടയിലും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തവൻ ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ. ദേശത്ത് പാർത്തിരുന്ന അമോര്യൻ മുതലായ സകല ജാതികളെയും യഹോവ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ആകയാൽ ഞങ്ങളും യഹോവയെ സേവിക്കും, അവനല്ലോ ഞങ്ങളുടെ ദൈവം. യോശുവ ജനത്തോട് പറഞ്ഞത്, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല, അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം. ജോഷുവായിട്ട് പറയാണ്, ഞങ്ങളും ഈ ദൈവത്തെ സേവിക്കും, ഞങ്ങൾ ഒരിക്കലും വിട്ടുപോകില്ല, ഞങ്ങൾ ഉറച്ചു നിൽക്കും. അപ്പൊ ജോഷുവ പറയാ, നിങ്ങൾക്ക് ഈ ദൈവത്തെ സേവിപ്പാൻ കഴിയില്ല. എന്റെ കാരണം പുള്ളി പറഞ്ഞു, ഈ ദൈവം പരിശുദ്ധ ദൈവം. കണ്ടോ, ഈ ദൈവം ആരാണ്? പരിശുദ്ധ ദൈവം. ഈ ദൈവം പരിശുദ്ധനല്ലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഈ ദൈവത്തെ സേവിപ്പാൻ കഴിയുകയില്ല. ഈ ദൈവം പരിശുദ്ധനല്ലോ. അടുത്ത ലൈൻ വായിച്ചേ. അവൻ തീഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയില്ല. പറഞ്ഞു കേട്ടോ, ഈ ദൈവത്തെ സേവിപ്പാൻ കഴിയില്ല. കാരണം ഈ ദൈവത്തെ സേവിപ്പാൻ വിശുദ്ധി വേണം, ഈ ദൈവത്തെ സേവിപ്പാൻ ആരാധന വേണം, ഈ ദൈവത്തെ സേവിപ്പാൻ പാപമില്ലാത്ത ജീവിതം വേണം. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവവൈതലേ, ഈ ദൈവത്തെ സേവിപ്പാൻ വിശുദ്ധിയും വേർപാടും വേണം. ഹല്ലേലൂയ പറഞ്ഞേ, ഈ ദൈവത്തെ സേവിപ്പാൻ ജീവിതം ആവശ്യമാണ്. യോശുവ പറയാണ്, നിങ്ങൾക്ക് അതിന് കഴിയുകയില്ല. ഞാൻ നിങ്ങളെ വിളിച്ചു കൂട്ടിയത് സത്യം പറയാൻ. ഈ ദൈവത്തെ സേവിപ്പാൻ വിശുദ്ധിയില്ലാതെ നടക്കില്ല, ഈ ദൈവത്തെ സേവിപ്പാൻ വേർപാടില്ലാതെ നടക്കില്ല. പാപമുള്ളിടത്ത് ഈ ദൈവം പ്രസാദിക്കത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ജീവിതത്തിൽ ഇന്ന് രാത്രി വിടേണ്ട കുറവുകളെല്ലാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാട്ടെ. ഈ ദൈവത്തെ സേവിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ നടക്കില്ല, വേർപാടില്ലാതെ നടക്കില്ല. എല്ലാരെയും ശേഖേമിൽ വിളിച്ചു കൂട്ടി യോശുവ കാര്യങ്ങൾ പറയാൻ. എനിക്ക് പറയാനുള്ള, ഈ ദൈവത്തെ സേവിപ്പാൻ വേർപാടില്ലാതെ നടക്കില്ല. ഈ ദൈവത്തെ സേവിപ്പാൻ വിശുദ്ധി വേണം. പാപം ഉപേക്ഷിക്കണം. ദൈവത്തിന് വിശുദ്ധിയോടെ ജീവിക്കുകയും വേർപാടോടെ ജീവിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാനും ആരാധിക്കാനും നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഈ ദൈവത്തെ തന്നെ സേവിക്കും. സ്തോത്രം. ഹല്ലേലൂയ പറഞ്ഞേ. സ്തോത്രം. ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം കഴിഞ്ഞ വർഷം വായിച്ച വാക്യമാണ്. 7-ാം അധ്യായത്തിന്റെ 11 തുടങ്ങി നമ്മൾ വായിച്ച വാക്യമാണ്. നയിൻ പട്ടണത്തിലേക്ക് യേശു കടന്നു വരുമ്പോൾ വിധവയുടെ മകൻ ഉയർത്തു. യേശു അതിനെ ഉയർപ്പിച്ചു. നമ്മൾ ആ ഭാഗം ഞാൻ അന്ന് മെസ്സേജ് പറഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടതാണെന്ന് എനിക്കറിയാം. ഞാൻ അതിന്റെ 2-ാം ഭാഗം പറഞ്ഞിട്ടില്ല, അത് പറയാൻ കഴിഞ്ഞില്ല. അന്നും സമയമില്ലായിരുന്നു, ഇന്നും സമയമില്ല അതിന്റെ 2-ാം ഭാഗം പറയാൻ. എങ്കിലും അത് തൊട്ടിട്ട് പിറ്റേന്നാൾ അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിൽ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട്, വായിച്ചാട്ടെ, നമുക്ക് സമയമില്ലാത്തതുകൊണ്ട്. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. വായിച്ചു. പിറ്റേന്നാൾ അവൻ നയിൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവർ പട്ടണത്തിന്റെ വാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു.
അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ. ഇനി 16-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. മതി, അതാണ് വാക്യം. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അടി വരയിട്ടു. ആമേൻ. സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു. വിലാപയാത്ര പോവുകയായിരുന്നു. യേശു ആ യാത്രയിൽ തൊട്ടു. ചുമക്കുന്നവരവിടെ നിന്നു. ആ ചെറുപ്പക്കാരൻ ഉയർത്തു. സ്തോത്രം. ആമേ. വലിയ സന്തോഷം ഉണ്ടായി. അവരെ എല്ലാവരും സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ആമേ. ഈ സംഭവത്തോട് ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പറയുകയാണ്, അതെന്താണ് എന്ന് പറയുകയാണ്. എന്താണത്? അത് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചതാണ്. ഹല്ലേലൂയ പറഞ്ഞ്. അത് ദൈവത്തിൻ്റെ സന്ദർശനമായിരുന്നു. നൈൻ പട്ടണത്തിലെ ജനത്തെ ദൈവം സന്ദർശിച്ചു. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവിക സന്ദർശനം. എന്താ സംഭവിച്ചത്? ദൈവം സന്ദർശിച്ചപ്പോൾ വിലാപയാത്ര സന്തോഷയാത്രയായി. പൊട്ടിക്കരഞ്ഞോണ്ട് പോയവരെല്ലാം ദൈവ സന്ദർശനം ഉണ്ടായപ്പോൾ ചിരിച്ചോണ്ട് മടങ്ങി. ഹല്ലേലൂയ പറഞ്ഞേ. അതിലൊന്നാമത്തെ പോയിന്റ് ദൈവത്തിന്റെ സന്ദർശനം. ആമേൻ. നമ്മുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാക്കുന്നു. വേദനയുടെ അവസ്ഥ സന്തോഷമാകുന്നു. മരണത്തിന്റെ അവസ്ഥ മാറി അവിടെ ജീവൻ ഉണ്ടാകുന്നു. വിലാപയാത്ര മാറി അത് സന്തോഷയാത്രയാകുന്നു. ഇതുവരെ കരഞ്ഞവരെല്ലാം ചാടി തുള്ളി നൃത്തം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവം നിന്നെ സന്ദർശിച്ചാൽ, നിന്റെ ഭവനത്തെ സന്ദർശിച്ചാൽ, നിന്റെ പ്രാർത്ഥന വിഷയത്തെ സന്ദർശിച്ചാൽ ഇന്നു വരെ നടക്കാത്ത അത്ഭുതം നടക്കും. ഇന്നു വരെ നടന്നിട്ടില്ലാത്ത ചില വിടുതലുകൾ, ഇന്നു വരെ നടക്കാത്ത ചില അത്ഭുതങ്ങൾ ദൈവത്തിന്റെ സന്ദർശനത്തിന്റെ മുൻപിൽ നടക്കും. ആ നൈൻ പട്ടണത്തിൽ ഇന്നു വരെ നടക്കാത്ത വലിയൊരു അത്ഭുതം, ദൈവത്തിന്റെ സന്ദർശനം. മരിച്ചവൻ ഉയർക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞ്. വിലാപയാത്ര സന്തോഷമാകുന്നു. ഹല്ലേലൂയ പറ. കണ്ണുനീര് മാറി എല്ലാരും ചിരിക്കുന്നു. ഇതുവരെ ശവത്തോടുകൂടെ കരഞ്ഞു വന്ന അമ്മ ചിരിക്കുക, കരഞ്ഞു വന്ന സഹോദരങ്ങൾ എല്ലാം ചിരിക്കുന്നു. ആമേ. അവിടെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാല് ആമേ സമയമാം രഥമൊക്കെ പാടിയവർ ഇപ്പൊ നല്ല സുന്ദരം പാട്ട് പാടി ആരാധിക്കും, സന്തോഷിക്കുന്നു. ദൈവ പൈതലേ, ഇന്ന് രാത്രി നിന്റെ ഭവനത്തെ സന്ദർശിച്ചാൽ, നിന്റെ ജീവിതത്തെ സന്ദർശിച്ചാൽ, നിന്റെ പ്രാർത്ഥന വിഷയത്തെ സന്ദർശിച്ചാൽ, നിന്റെ കുഞ്ഞുങ്ങളെ സന്ദർശിച്ചാൽ, നിന്റെ ജോലിയെ സന്ദർശിച്ചാൽ, ഇന്ന് രാത്രി ഞാൻ ഉറപ്പു തരുന്നു, നിന്റെ ജീവിതത്തിൽ എല്ലാ ഭാരങ്ങളും മാറും, എല്ലാ വേദനകളും മാറും, എല്ലാ ബുദ്ധിമുട്ടുകളും മാറും. നിന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാകും, വലിയ ചേഞ്ച് ഉണ്ടാകും. ഇന്ന് വരെ നടക്കാത്ത ചില വിടുതലുകള് നിന്റെ ജീവിതത്തിൽ നടക്കും. ഹല്ലേലൂയ പറഞ്ഞ്. ആമേ. അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ ജനത്തെ ദൈവം സന്ദർശിച്ചു. ഹല്ലേലൂയ പറ. അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഇന്ന് രാത്രി തുടങ്ങി നിന്റെ പ്രാർത്ഥനയുടെ കൂടെ ഒന്നുകൂടെ നീ ചേർക്കണം. എന്താണെന്നറിയാം? കർത്താവേ, എന്റെ പ്രാർത്ഥനാ വിഷയത്തിൽ ദൈവമേ നീ സന്ദർശിക്കണം. ഹല്ലേലൂയ പറഞ്ഞ്. ദൈവമേ, നാളുകളായി ഞാൻ കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ നീ സന്ദർശിക്കണം. നാളുകളായി ഞാൻ അനുഭവിക്കുന്ന പ്രതികൂലത്തിൽ നീ സന്ദർശിക്കണം. എന്റെ വേദനയുടെ അനുഭവത്തിൽ നീ സന്ദർശിക്കണം. എന്റെ ഇല്ലായ്മകളിലും ബുദ്ധിമുട്ടുകളിൽ നീ സന്ദർശിക്കണം. ദൈവത്തിന്റെ സന്ദർശനം വലിയ സന്തോഷമുളവാക്കുന്നു. ദൈവത്തിന്റെ സന്ദർശനം വലിയ അനുഗ്രഹമുളവാക്കുകയാണ്. ആമേൻ. കണ്ടോ? ദൈവം സന്ദർശിച്ചതോടുകൂടി മരണം മാറി. സ്തോത്രം പറഞ്ഞു. ദൈവം സന്ദർശിച്ചപ്പോൾ വിലാപയാത്ര മാറി സന്തോഷയാത്രയായി. ദൈവം സന്ദർശിച്ചപ്പോൾ നിങ്ങൾ നോക്കിക്കേ എന്താ സംഭവിച്ചത്? ജീവിതത്തിൽ ഇന്ന് വരെയും ഒരു ശവം എടുത്താൽ അത് അടക്കാതെ, ശവക്കോട്ടെ കൊണ്ട് അടക്കാതെ ആരും തിരിച്ചു പോയിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഈ സംഭവം. സ്തോത്രം പറഞ്ഞ്. വഴിയിൽ എന്ത് ചെയ്തു? ശവപ്പെട്ടിയും വഴി കളഞ്ഞ്, മഞ്ചലും വഴി കളഞ്ഞ്, പാട്ടുകാരും പോയി. ആമേ. 90-ാം സങ്കീർത്തനം വായിച്ച പുള്ളിയും പോയി, പള്ളി മണിയടിച്ച പുള്ളിയും പോയി, കുഴി വെട്ടിയ പുള്ളിയും പോയി, സകലന് പോയി. എന്താ കാരണം? ദൈവത്തിന്റെ സന്ദർശനം. ദൈവത്തിന്റെ സന്ദർശനം. ഞാൻ ഉറപ്പ് തരുന്നു. ആമേ. പ്രാർത്ഥിക്കൂ. ആമേ. നിങ്ങളുടെ ജോലിയെ ദൈവം സന്ദർശിക്കും.
പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവം സന്ദർശിക്കും. പ്രാർത്ഥിക്കൂ, നിങ്ങളുടെ സാമ്പത്തിക മേഖല ദൈവം സന്ദർശിക്കും. അതാണ് എനിക്ക് രണ്ടാമത് പറയാനുള്ളത്. ആമേൻ. ഇത്രയും പറഞ്ഞ് ഞാൻ ഈ ഒരു ഭാഗം വിടുക, തീർന്നിട്ടില്ല. ആമേ, പ്രൈസ് ദി ലോർഡ്. സമയം ആയതുകൊണ്ട് വിടുകയാണ്. രണ്ടാമതൊരു സാമ്പത്തിക നീരം കൂടെ ഞാൻ പറയാം. അതുകൂടെ വേണേ ഒന്ന് വായിച്ചു. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ചു. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് ദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ടുമടങ്ങി. രൂത്തിന്റെ പുസ്തകം ആരംഭിക്കുന്നത് വലിയ ദാരിദ്ര്യമാ, വലിയ ക്ഷാമമാ. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൽ വലിയൊരു ക്ഷാമമുണ്ടായി. ആ ക്ഷാമത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അബീമേലെക്കും കുടുംബം മോവാബിലേക്ക് പോവുകയാണ്. അങ്ങനെ വലിയ ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളും ദാരിദ്ര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ദൈവമക്കൾ മുൻപോട്ട് പോകുമ്പോൾ ഇതാ ഒരു ദൈവിക സന്ദർശനം. 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, അവരുടെ ദാരിദ്ര്യത്തിന്റെ നടുവില്, അവരുടെ പട്ടിണിയുടെ നടുവില്, അവരുടെ ക്ഷാമത്തിന്റെ നടുവില്, അവരുടെ ഇല്ലായ്മയുടെ നടുവില് ദൈവത്തിന്റെ സന്ദർശനം ഉണ്ടായി. ഹല്ലേലൂയ പറഞ്ഞു. ദൈവം സന്ദർശിച്ചതോടുകൂടി ആഹാരത്തിന്റെ കാലം വന്നു. അതുവരെ ഉണ്ടായിരുന്ന ദാരിദ്ര്യമെല്ലാം വിട്ടുപോയി. അതുവരെ ഉണ്ടായിരുന്ന ഇല്ലായ്മകളും പട്ടിണികളും എല്ലാം മാറി. ദൈവത്തിന്റെ സന്ദർശനത്തോടുകൂടി ആഹാരത്തിന്റെ കാലം വന്നു. ദൈവവൈതലേ, ഇന്ന് രാത്രി ഇവിടെ വളരെയേറെ ദാരിദ്ര്യത്തിലൂടെ പോകുന്നവരുണ്ട്. ആഹാരത്തിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവര്, വിളവുകളൊന്നുമില്ലാതെ, നന്മകളൊന്നുമില്ലാതെ എല്ലാം വരണ്ടുണങ്ങി കിടക്കുമ്പോൾ, ആ ഉണങ്ങിക്കിടന്ന സ്ഥലത്ത്, വരണ്ടു കിടന്ന സ്ഥലത്ത്, ആ ഇല്ലായ്മയുടെ സ്ഥലത്ത്, ആ ദാരിദ്ര്യത്തിന്റെ സ്ഥലത്ത്, ആ പട്ടിണിയുടെ സ്ഥലത്ത് യഹോവയുടെ സന്ദർശനം. ഹല്ലേലൂയ പറ. യഹോവയുടെ സന്ദർശനം. കൈയടിച്ച് ആരാധിച്ച് ഹല്ലേലൂയ പറ. ദൈവത്തിന്റെ സന്ദർശനത്തോടു കൂടി ഹല്ലേലൂയ അവിടുത്തെ എല്ലാം മാറുകയാണ്, എല്ലാം മാറുകയാണ്. വളരെ സാലറി കുറവുള്ള ദൈവമക്കൾ ഇവിടെ ഉണ്ട്. ഭാരപ്പെടണ്ട. ആമേ, നിന്റെ ഇല്ലായ്മയിൽ ദൈവം സന്ദർശിക്കും. യെരൂശലേമേ, ദാരിദ്ര്യത്തിലേക്ക് പോയപ്പോൾ, ഇല്ലായ്മയിലേക്ക് പോയപ്പോൾ, ആ ദേശം പട്ടിണിയിലേക്ക് പോയപ്പോൾ, ആ ദേശം വരണ്ടു പോയപ്പോൾ, അവിടുത്തെ വിളവുകളെല്ലാം നശിച്ചു പോയപ്പോൾ, അവിടെ എല്ലാരും ക്ഷാമത്തിലേക്ക് നീങ്ങിയപ്പോൾ 6-ാമത്തെ വാക്യം കണ്ടോ? ഒന്നുകൂടെ വായിച്ച് 6-ാമത്തെ വാക്യം. യഹോവ തന്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം. കണ്ടോ? ദാരിദ്ര്യത്തിലേക്ക് പോയ തന്റെ ജനത്തെ, ഇല്ലായ്മയിലേക്ക് പോയ തന്റെ ജനത്തെ, വിളവുകളെല്ലാം നഷ്ടപ്പെട്ട തന്റെ ജനത്തെ, ദാരിദ്ര്യവും വേദനയും ദുഃഖവും നിറഞ്ഞ തന്റെ ജനത്തെ ദൈവം സന്ദർശിച്ചു. തന്റെ ജനത്തെ ദൈവം സന്ദർശിച്ചു. അങ്ങനാണെങ്കിൽ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, പ്രാർത്ഥിക്കൂ. ഇതിലെ നിന്നെ ദൈവം കൈവിടത്തില്ല, നിന്നെ ദൈവം മറന്നു പോകത്തില്ല, നിന്നെ ദൈവം ഉപേക്ഷിക്കത്തില്ല. നീ പ്രാർത്ഥിച്ചാൽ നിന്നെ സന്ദർശിക്കുന്ന ദൈവം ജീവിക്കുന്നുണ്ട്. നിന്റെ പ്രാർത്ഥന വിഷയത്തിൽ ദൈവം ഇറങ്ങി വരാതിരിക്കില്ല. ആമേ, നിന്റെ വേദന ദൈവം ഇറങ്ങി വരാതിരിക്കില്ല. ഇനി നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇനിയുള്ള സമയം നമ്മൾ പാട്ടുപാടി ആരാധിച്ചു വീണ്ടും നമ്മൾ പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. എല്ലാവർക്കും